ശ്രീ സുമിത് ജോർജ് നോക്കൂ, ഇതിപ്പോൾ ശ്രീ PDT ആചാര്യയെ പോലുള്ള ആളുകൾ തന്നെ ഇതിനെ വല്ലാതെ ആശങ്കയോടുകൂടിയും ദുരൂഹത ഇതിനകത്തുണ്ട് എന്ന തരത്തിലും തന്നെയാണ് ആളുകളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് കേരളം ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു മാസത്തിനകത്ത് ഇത്തരത്തിൽ എന്യൂമറേഷൻ ഫോംസ് പൂരിപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞുള്ള 1-2 മാസത്തിനകത്ത് പുതിയ പട്ടികയിലേക്ക്, കരട് പട്ടികയിലേക്ക് പോകാൻ പോകുന്നു. പരാതിയൊക്കെ വരുന്നതൊക്കെ ആ സമയത്ത് ആണ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്, അഡ്രസ്സ് ചെയ്ത് പോകേണ്ടത് എന്നൊക്കെയാണ്. ഇത് കേരളത്തിൽ എങ്ങനെ സാധ്യമാകുമെന്നുള്ളത് താങ്കളെപ്പോലെ ഒരു മലയാളിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പോലും BJP മാത്രം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണം, SIR ഇപ്പോൾ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ചത്? നമസ്കാരം. ഇവിടെ ഈ SIR നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് ഇത്ര ബഹളമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ആൾ തന്നെ പറഞ്ഞു, ഇതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. ജുഡീഷ്യൽ ബോഡിയല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, സോറി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ കൂടുതലായ ആളുകൾ, ഇരട്ട വോട്ടുകൾ, അങ്ങനെ അത്തരത്തിൽ ഇതിൽ അധികമായി ചേർന്നിരിക്കുന്ന ആളുകളെ ഒരു ശുദ്ധീകരണമാണ്. ഇന്ത്യക്കാരായ ആളുകൾക്ക് വോട്ട് നൽകുക, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാകുക എന്നുള്ള തരത്തിലുള്ള ഒരു ക്ലിയറൻസാണ്, ഒരു ശുദ്ധീകരണമാണ്. അത് ഇലക്ഷന് മുമ്പ് നടക്കുന്നു, അത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നടക്കുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നതിലുപരി നമ്മുടെ ചർച്ചാ വിഷയങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചല്ലല്ലോ. ഇവിടെ അത് SIR എന്ന് പറയുന്നത്, ഇവിടുന്ന് നമ്മൾ കുറേ ആളുകളെ നേരത്തെ പുറത്താക്കുവാൻ വേണ്ടി രാജ്യത്ത് ശ്രമിച്ചു. അതിൻ്റെ കണ്ടിന്യൂറ്റിയായി ഇപ്പോൾ വേറെ ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലാണ് ആക്ഷേപങ്ങളൊക്കെ വരിക. ഇപ്പോൾ ഈ വിഷയം ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് ഉന്നയിച്ചപ്പോഴും ഇത് നമുക്ക് സ്വാഭാവികമുണ്ടാകുന്നൊരു സംശയം, ഇദ്ദേഹം ഇത്തരത്തിലൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനുമായി ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിയമപരമായ എല്ലാ വാതിലുകളും അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് ഇത് കോടതിയെ സമീപിക്കാം, അദ്ദേഹത്തിന് ഇത് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ബീഹാർ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് വാതിക്കൽ വന്നിട്ട് ഹരിയാന ഇലക്ഷൻ്റെ വിഷയം ഉയർത്തുന്നു. ആ വിഷയം തൊട്ട് തലേന്ന് വന്നിട്ട് ആ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാക്കുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങളാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് കാണിച്ചതിന് കാരണം, ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഈ 2 വിഷയങ്ങൾ കൊണ്ടുവരാൻ കാരണം അതിൽ കൂടെ നേട്ടമുണ്ടാക്കുന്നത് ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെയാണ് ഈ സംവിധാനം ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ ബീഹാർ ഇലക്ഷൻ്റെ വക്കിൽ പ്രതിപക്ഷം ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലല്ല, അതിലേക്ക് കടന്നു കഴിഞ്ഞു. ആ പ്രോസസ്സ് തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. അതപ്പോൾ അതേ ന്യായം വെച്ചാൽ, അതേ യുക്തി വെച്ചാൽ എങ്ങനെ താങ്കൾക്ക് തന്നെ ന്യായീകരിക്കാൻ പറ്റും? ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചെറുതായി കാണുന്നില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അതിലേറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇതിന് ചെറുതാക്കി കണ്ടുകൊണ്ടല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അവിടെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് ഇപ്പോൾ നമ്മൾ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് തന്നെ ശ്രീ PDT ആചാര്യ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ റിവിഷനിലേക്ക് പോകുന്നത് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സ്പെഷ്യൽ റിവിഷൻ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയിൽ ഇത് പുതുമയുള്ളതാണെന്ന് അവരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അല്ല, ഇത് പുതുമയുള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് BJP നേരത്തെ പല സമയത്തും പരാജയപ്പെട്ടപ്പോഴോ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇത്തരത്തിൽ നമുക്ക് അനുകൂലമായ ഇത്തരത്തിൽ എന്താ പറയുക, മറ്റേ മാധ്യമങ്ങളെല്ലാം BJP ജയിക്കുമെന്ന് പറഞ്ഞിരുന്നൊരവസരത്തിൽ BJP പരാജയപ്പെട്ടപ്പോൾ അന്ന് BJP ഉന്നയിച്ചില്ലല്ലോ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകും, ഞങ്ങളാരും ഉന്നയിച്ചില്ലല്ലോ. അന്ന് എന്തായിരുന്നു നിയമം, അതനുസരിച്ച് മുന്നോട്ട് പോവുകയല്ലേ? നിങ്ങൾക്ക് അതിനകത്ത് അത്ഭുതമില്ലായിരുന്നു? ഇത് ഇവർക്ക് തോറ്റപ്പോൾ അത്ഭുതം തോന്നുന്നു. അവർക്കെന്താ അത്ഭുതം? അവരുടെ നേതാവ്, കോൺഗ്രസിൻ്റെ അവിടുത്തെ സീനിയർ നേതാവ് ഹരിയാനയിൽ പറഞ്ഞത് എന്താ? ഇവിടെ തോറ്റ് തുന്നം പാടുമെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, അവരാ പറഞ്ഞത്. അവർ സ്വതന്ത്രമായിട്ട് അവിടുത്തെ ഒരു സീനിയർ ലീഡർ മത്സരിച്ചു ഹരിയാനയിൽ. അവരെത്ര വോട്ട് പിടിച്ചു? കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടി? പക്ഷേ ആ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ കണ്ട കാഴ്ചകൾ താങ്കൾ കണ്ടല്ലോ. ആ ബ്രസീലിയൻ മോഡൽ, അതിനകത്ത് എത്ര വോട്ട് ചെയ്തു എന്നുള്ളത് താങ്കൾ കണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത്, ഇത് ഞാൻ കണ്ടോ നിങ്ങൾ കണ്ടോ എന്നുള്ളതല്ല, ഇത് കാണേണ്ടവർ കാണുന്നുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് കാണണ്ടേ? അല്ല, ഞാനല്ലേ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ നടക്കുന്നത്. അപ്പോൾ ഹരിയാനയിൽ ഈ അശുദ്ധ വോട്ടർ പട്ടിക വെച്ച് വിജയിച്ച നിങ്ങൾ ഉടനെ രാജിവെക്കണ്ടേ? അല്ല, അശുദ്ധ വോട്ടർ പട്ടിക എന്ന് ആര് പറയുന്നു? ഇദ്ദേഹം പറയുന്നെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ഈ പ്രൂവ് ചെയ്യേണ്ട സ്ഥലത്ത് എന്തുകൊണ്ട് ബ്രസീലിയൻ മോഡലിന്റെ കാര്യങ്ങളും അതുപോലെ ഫോട്ടോ
പതിക്കാത്ത ആളുകളുടെ കാര്യങ്ങളും ഈ വോട്ടർ പട്ടികയിലൂടെ ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് CCTV വിഷ്വൽസ് ഒക്കെ അവിടെ ഉള്ളതാണ്. അത് പുറത്തു വിടാൻ പറഞ്ഞപ്പോൾ അത് വിടാത്തതും ഒക്കെ ആരാണ് ചെയ്യേണ്ടത്? ലാൽ, ഞാൻ പറയുന്നത് ഇത് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്തം ആരവിടെ ഉന്നയിക്കുന്നവർക്കാണ്. അവർ പരാതി കൊടുക്കട്ടെ. അവർ കൊടുത്ത പരാതിക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിയാനയിൽ അവർ ഇതുവരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ലല്ലോ. അല്ല, അവർ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. ഈ പരാതികൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശുദ്ധീകരിക്കാൻ നടക്കുന്നതെങ്കിൽ ഈ കേട്ടതൊന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് വിളിച്ച് പറയുന്നതൊന്നും നിങ്ങൾക്കൊരു പരാതിയായിട്ട് തോന്നുന്നില്ലേ? ഞങ്ങൾക്ക് പരാതിയായിട്ട് തോന്നാൻ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്ന പോലെ ഒരു പ്രസന്റേഷൻ നടത്തിയാൽ അതെങ്ങനെ ഞങ്ങൾ പരാതിയായിട്ട് തീരിക്കണം? പൊതുവായ പരാതിയായിട്ട് എടുക്കണമോ? അത് പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് പരാതി കൊടുക്കണം. ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രസന്റേഷൻ നടത്തിയപ്പോഴും ഞങ്ങൾ അവരോട് പറഞ്ഞതും ജനങ്ങളോട് പറഞ്ഞത് അല്ലല്ല, ഇത്തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളൊക്കെ തന്നെയാണ് ഇവരൊക്കെ. ഒരു ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പോയി ഏതെങ്കിലും ഓഫീസിൽ പോയി പരാതി കൊടുത്ത് അതിന്റെ റെസിപ്റ്റും വാങ്ങി അതിന്റെ പിന്നാലെ നടന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതെന്നൊക്കെ നിങ്ങളൊക്കെ വാദിക്കുന്നത്. അതല്ല വേണ്ടത്. അല്ല, അദ്ദേഹം പോയി കൊടുക്കേണ്ടെന്ന്. അതിന് ലീഗൽ സംവിധാനങ്ങളില്ലേ, അദ്ദേഹം കൊടുക്കട്ടെ. നിങ്ങൾക്ക് സ്വമേധയാ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാലോ. ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെന്ന് നിങ്ങൾക്ക് സംശയ നിവാരണം വരുത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങണ്ടേ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സംശയത്തിന്റെ ഇട നൽകാതെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കില്ലേ? ഞാൻ വളരെ വിനയാനിതനായിട്ട് പറയട്ടെ, ഇത് തെറ്റുകാർ ഞങ്ങളാണെന്ന് ആരോപിക്കുന്നവർ ആ തെറ്റുകാരനാണെന്ന് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. അവർക്ക് നിയമം അനുശാസിക്കുന്ന എത്രയോ പോക്കറ്റ്സ് ഉണ്ട്. അവിടെ ഇത് കൊടുക്കുവാൻ ഇന്ന ഡേറ്റ് വരെ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഇത് ഇന്നല്ലല്ലോ. ഇതിന് മുമ്പ് ബോംബ് കൊണ്ടുവന്നു, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് കൊണ്ടുവന്നു. ഓരോ ദിവസവും ഈ മാറി ഇത് വോട്ട് കൊള്ളാനാണ് സാർ അതിനെക്കുറിച്ച് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.